നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് LDC ഫൈനൽ ലാപ്പിൻ്റെ 5ാമത്തെ റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് എന്ന ഭാഗത്തെ ഇതുവരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളുമാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ PSC പള്ളിക്കൂടത്തിൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വജ്രത്തിൻ്റെ തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം. വജ്രത്തിൻ്റെ തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പൂർണ്ണ ആന്തര പ്രതിഫലനം അല്ലേ? പൂർണ്ണ ആന്തര പ്രതിഫലനം 2017 LDCക്ക് ചോദിച്ച ചോദ്യമാണ്. പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. അടുത്ത ചോദ്യം: ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ശബ്ദം എന്ന ഭാഗത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായുവിൻ്റെ അഭാവത്തിലാണ് അല്ലേ? വായു ഇല്ലെങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധ്യമല്ല. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം: ജലം ഐസ് ആകുന്ന താപനില. അതെല്ലാവർക്കും അറിയാം അല്ലേ? ജലം ഐസ് ആകുന്ന താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളക്കുന്നത്. അതുപോലെ പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ് എത്രയാണെന്ന് അറിയാമോ? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊന്ന് പഠിച്ചു വെക്കണം. പ്രഷർ കുക്കറിലെ ജലത്തിൻ്റെ ഊഷ്മാവ് എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. വായു, ജലം, ഇരുമ്പ്. അപ്പോൾ വായുവിലുള്ള പ്രവേഗത്തേക്കാൾ കൂടുതലായിരിക്കും ജലത്തിലുള്ള പ്രവേഗത്തേക്കാൾ കൂടുതലായിരിക്കും ഇരുമ്പിൽ. അപ്പോൾ നമുക്കറിയാം ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഇരുമ്പിനായിരിക്കും. ഇരുമ്പ് ഒരു ഖരവസ്തുവാണല്ലോ. അപ്പോൾ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ വായു, പിന്നെ ജലം, പിന്നെ ഇരുമ്പ്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം: ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പ്രകാശം എന്നുള്ള ഭാഗത്തെ ക്വസ്റ്റ്യനാണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണമാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. വിസരണം. ഇതും 2017 ചോദിച്ച ചോദ്യമാണ്. വിസരണമാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം. എന്താണ് വിസരണം? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷവായുവിലെ പൊടിപടലത്തിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തെയാണ് നമ്മൾ എന്ത് പറയുക? വിസരണം എന്ന് പറയുക. അപ്പോൾ ആകാശ നീലിമയ്ക്കും അതുപോലെ തന്നെ കടൽ നമ്മൾ നോക്കുമ്പോൾ നീല നിറത്തിലാണ് കാണുക അല്ലേ? അതിനൊക്കെ കാരണം എന്താണ്? വിസരണമാണ്. അപ്പോൾ ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ് അല്ലേ? വയലറ്റിന് തരംഗദൈർഘ്യം കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വിസരണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ഏതാണ്? കുറഞ്ഞ നിറം ചുവപ്പാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചക്രവാളത്തിൽ ചുവപ്പ് നിറം കാണുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതും വിസരണമാണ്. അപ്പോൾ ഈ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആരാണെന്നറിയാമോ? ലോർഡ് റെയ്ലിയാണ്. ആരാണ്? ലോർഡ് റെയ്ലി. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 K ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? ഇവിടെ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക? ജലത്തിൻ്റെ താപധാരിത അറിയണം അല്ലേ? അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ താപധാരിതയും നമുക്ക് അറിയണം. ജലത്തിൻ്റെ താപധാരിത എന്ന് പറയുന്നത് 4200 ജൂളാണ്. അപ്പോൾ 4200 ജൂൾ താപം ജലത്തിന് നൽകുമ്പോൾ അതിൽ എത്ര? 1 കെൽവിൻ താപം വർദ്ധിക്കും അല്ലേ? അങ്ങനെ 300ൻ്റെ കൂടെ 1 ചേർക്കുമ്പോൾ 301 കെൽവിനാവും. ജലത്തിൻ്റെ താപനില എത്രയായിരിക്കും? 301 കെൽവിനായി മാറും. വെളിച്ചെണ്ണയുടെ താപധാരിത എന്ന് പറയുന്നത് 2100 ജൂളാണ്. അപ്പോൾ ഈ 1 കിലോഗ്രാം വെളിച്ചെണ്ണയിലേക്ക് 4200 ജൂൾ താപം നൽകുമ്പോൾ എന്ത് സംഭവിക്കും? അതിനോടൊപ്പം 2 കെൽവിൻ കൂടും അല്ലേ? അങ്ങനെ വെളിച്ചെണ്ണയുടെ പുതിയ താപനില 302 K ആവും. ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന് ആൻസർ കണ്ടെത്തുക. അപ്പോൾ ജലത്തിൻ്റെയും ഐസിൻ്റെയും നീരാവിയുടെയും കടൽ ജലത്തിൻ്റെയും എല്ലാം വിശിഷ്ട താപധാരിത നമ്മൾ പഠിച്ചു വെക്കണം.
അടുത്ത ചോദ്യം, തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബദൂരം. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബദൂരം ഏതാണ്? ഉന്നതിയാണ്. എന്താണ് പറയുക? ഉന്നതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ഡാഷ്. ബ്രൗൺ എനർജി നമ്മൾ എന്തിനാണ് പറയുക? ബയോമാസിനെയാണ് അല്ലേ? ബയോമാസിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രൗൺ എനർജി എന്ന് പറയുക. അതൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താപനിലയുടെ SI യൂണിറ്റ് എന്ത്? താപനിലയുടെ SI യൂണിറ്റാണ് ചോദിച്ചത്. ഏതാണ്? കെൽവിനാണ് അല്ലേ? അപ്പോൾ താപത്തിൻ്റെ SI യൂണിറ്റോ? അത് ജൂളാണ്. മാറിപ്പോരുത്. താപത്തിൻ്റെത് ജൂളും താപനിലയുടെ SI യൂണിറ്റ് കെൽവിനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകാശ പ്രകീർണനം അല്ലേ? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രകാശ പ്രകീർണനം എന്ന് പറയുക. അപ്പോൾ അതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. ഏതാണ്? അപവർത്തനം. അപ്പോൾ പ്രകാശ പ്രതിഭാസങ്ങളെല്ലാം പഠിച്ചു വെക്കണം. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. അടുത്ത ചോദ്യം, വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതല തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? ഇതെപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതല തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? 17 മീറ്ററിൽ കൂടുതൽ അല്ലേ? 17 മീറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കേൾക്കുകയുള്ളൂ? പ്രതിധ്വനി കേൾക്കുകയുള്ളൂ. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, കാരണം നമുക്ക് മുഴുവൻ ചോദ്യങ്ങളും ഒരു വീഡിയോ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യണം. പരമാവധി ചോദ്യങ്ങളിലൂടെ കടന്നു പോകുക എന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ LDC എക്സാമൊക്കെ അടുത്തു. ഇനി നമ്മൾ വിശദമായി പഠിക്കാൻ നിൽക്കരുത്. പ്രീവിയസ് ആയ ക്വസ്റ്റ്യൻസിലൂടെ എത്രമാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക. അതാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ത്? ഊർജ്ജ പരിവർത്തനം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു അല്ലേ? യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു എന്നതാണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ചലനജഡത്വമാണ് അല്ലേ? ചലനജഡത്വം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചലനജഡത്വം, അതുപോലെ തന്നെ നിശ്ചല ജഡത്വം. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താണ്? ചലനജഡത്വമാണ്. അതുപോലെ തന്നെ ഒരു നിർത്തിയിട്ട ബസ് അത് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മളെല്ലാം പുറകിലേക്ക് വീഴുന്നു അല്ലേ? അതെന്തുകൊണ്ടാണ്? അത് നിശ്ചല ജഡത്വം കൊണ്ടാണ്. അതുപോലെ കുലുക്കി നമ്മൾ മാങ്ങ താഴെ ഇടും അല്ലേ? കൊമ്പ് കുലുക്കിയിട്ട് പെട്ടെന്ന് നമ്മളൊരു മാങ്ങ താഴേക്ക് ഇടുകയാണെങ്കിൽ അതും എന്താണ്? നിശ്ചല ജഡത്വമാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ് അല്ലേ? ഐസക് ന്യൂട്ടൺ ആണ് ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. അടുത്ത ചോദ്യം, സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമാണ് ചുവപ്പ്. അപ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതായിരിക്കും? വയലറ്റ് ആയിരിക്കും. ഏറ്റവും കുറഞ്ഞത് വയലറ്റ് ആയിരിക്കും അല്ലേ? അടുത്ത ചോദ്യം, ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. അത് നമ്മൾ ബുള്ളറ്റ് പായിക്കുന്നത്, അതുപോലെ തന്നെ ഉരുളുന്ന കല്ല്, ഇതിലൊക്കെ എന്താണ്? ഗതികോർജമാണ്. എന്നാൽ നിശ്ചലമായ ഒരു വസ്തു ഉയരത്തിൽ നിൽക്കുന്നതിൽ അനുഭവപ്പെടുന്ന ഊർജ്ജം ഏതാണ്? അതാണ് സ്ഥിതികോർജം. ഉയരത്തിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലസംഭരണിയിലൊക്കെയുള്ള ജലത്തിൽ ഏത് ഊർജ്ജമാണെന്ന് ചോദിച്ചാൽ അത് സ്ഥിതികോർജമാണ് അല്ലേ? അണക്കെട്ടിൽ കെട്ടിനിർത്തിയ ജലത്തിലെ ഊർജ്ജമൊക്കെ സ്ഥിതികോർജമാണ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഏത്? ഗതികോർജം. മാറിപ്പോവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാണ്? ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ഏതാണ്? ഡെസിബൽ മീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്.
ഇത് 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും എന്നോ ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. 20,000 ഹെർട്സിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, 20 കിലോ ഹെർട്സ് എന്ന് പറയുക. അപ്പോൾ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും എന്നുണ്ടെങ്കിൽ അത് കുത്തുക, അല്ലെങ്കിൽ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിൽ എന്നുണ്ടെങ്കിൽ അതും ആൻസർ ശരിയാണ്. മനസ്സിലായല്ലോ? അടുത്തതാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ? പ്ലാസ്മയാണ് അല്ലേ. പദാർത്ഥത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഇപ്പോൾ നമുക്ക് 7 അവസ്ഥകൾ അറിയാം. 9 അവസ്ഥകൾ വരെയുണ്ട്. 7 അവസ്ഥകൾ നമ്മൾ പഠിച്ചാൽ മതി. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അല്ലേ. നാലാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. മനസ്സിലായോ? അടുത്ത ചോദ്യമാണ്, ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം. ഇതിപ്പോൾ എപ്പോഴും PSC ആവർത്തിക്കുന്നുണ്ട്. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം. ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിൻ്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞനാര്? ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. ആരാണ്? തോമസ് ആൽവ എഡിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വജ്രത്തിൻ്റെ നിറം എന്ത്? വജ്രത്തിൻ്റെ നിറം എന്താണ്? നമ്മൾ ചിലപ്പം വെള്ളയായിരിക്കും വിചാരിക്കുക അല്ലേ, പക്ഷെ എന്താണ്? നിറമില്ല എന്നതാണ് ആൻസർ. വജ്രത്തിന് എന്തില്ല? നിറമില്ല. അടുത്ത ചോദ്യം, നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ്. അളവുകളും യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ് അല്ലേ. ഏതാണ്? മീറ്റർ. അതുപോലെ തന്നെ സമയത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡാണ്. സമയത്തിൻ്റെത് സെക്കൻഡ്. ഭാരത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം ആണ്. ഭാരത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഫോട്ടോ വോൾട്ടായിക് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം. ഫോട്ടോ വോൾട്ടായിക് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ വികിരണം ഏതാണ്? ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ വികിരണമാണ് കോസ്മിക് രശ്മികൾ, അല്ലെങ്കിൽ കോസ്മിക് കിരണങ്ങൾ എന്നും പറയും. കോസ്മിക് രശ്മിയാണ് ആൻസർ. അടുത്ത ചോദ്യം, 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതായിരുന്നു ഈ യന്ത്രം? ഏതാണ്? ആവി യന്ത്രമാണ് അല്ലേ. ആവി യന്ത്രം. ഓപ്ഷൻ സി ആണ് ആൻസർ. ന്യൂകാമൻ്റെ ആവി യന്ത്രം എന്ന് ഓപ്ഷനിലുണ്ട്, പക്ഷെ അതല്ല. ആവി യന്ത്രം മാത്രമാണ് ആൻസർ. ആവി യന്ത്രം ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് വാട്ടാണ് അല്ലേ. ജെയിംസ് വാട്ട് കണ്ടുപിടിച്ച ആവി യന്ത്രമാണ് വ്യാവസായിക വിപ്ലവത്തിന് കാരണമായത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത്? പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതൊക്കെയാണ്? ഏതാണ് ഇതിലല്ലാത്തത്? കൽക്കരിയാണ് അല്ലേ. കൽക്കരിയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന ഊർജ സ്രോതസ്സാണ് ഏത്? പാരമ്പര്യ ഊർജ സ്രോതസ്. അപ്പോൾ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകമൊക്കെ. അപ്പോൾ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? സൗരോർജം, തിരമാലകളിൽ നിന്നുള്ള ഊർജം, ഭൂമിയിൽ നിന്നുള്ള താപം, അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജമൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അപ്പോൾ അതിലല്ലാത്തത് ഏതാണ്? കൽക്കരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എല്ലാവർക്കും അറിയാം അല്ലേ. സർ ഐസക് ന്യൂട്ടൺ ആണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യം, ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആർക്കിമിഡീസ് ആണ് അല്ലേ. ആർക്കിമിഡീസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓം മീറ്റർ ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓം മീറ്റർ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അതാണ് ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഫാരഡ് എന്തിൻ്റെ യൂണിറ്റ് ആണ്? കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ്. അതുപോലെ തന്നെ ഹെൻറി എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി. അപ്പോൾ അളവുകളും യൂണിറ്റുകളും കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാം. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്?
340 മീറ്റർ പെർ സെക്കൻഡ്. എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം, ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം? ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം? 45 ഡിഗ്രി. എത്രയാണ്? 45 ഡിഗ്രി കോണളവിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ്? റോമറാണ് അല്ലേ. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് ഐസക് ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രെണലാണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് പറഞ്ഞത് ആരാണ്? അഗസ്റ്റിൻ ഫ്രെണലാണ്. അതുപോലെ പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ആര്? ഹെൻറിച്ച് ഹെഡ്സ് ആണ് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത്. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടാണ്. ശൂന്യതയിലാണെന്ന് പറഞ്ഞതാണ് ലിയോൺ ഫുക്കാൾട്ടാണ്. അതുപോലെ പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണെന്ന് കണ്ടെത്തിയത് തോമസ് യങ് ആണ്. ആരാണ്? തോമസ് യങ്. പ്രകാശത്തിൽ 7 നിറങ്ങളുണ്ടെന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ? ഐസക് ന്യൂട്ടൺ ആണ്. ആരാണ്? ഐസക് ന്യൂട്ടൺ. അടുത്ത ചോദ്യം, കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ആണ് ഹാൻഡ് അല്ലേ. ഹാൻഡ് എന്താണ്? കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് അനുനാദം എന്ന പ്രതിഭാസം കൊണ്ടാണ് അല്ലേ. അനുനാദം ഇതെങ്ങനെ ഓർമ്മിച്ച് വെക്കാം? ഒരു അനുരണനം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ വരും. അപ്പോൾ അനുനാദം, ഇടിനാദം എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇടിനാദം, അനുനാദം. അപ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പി വിറകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അനുനാദം. ഇനി മാറിപ്പോലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അല്ലേ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. താഴെ പറയുന്നവയിൽ റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഡയോഡാണ് അല്ലേ. ഡയോഡാണ് റെക്ടിഫയറായി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏതു നിറത്തിൽ കാണപ്പെടും? മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏതു നിറത്തിൽ കാണപ്പെടും? ചുവപ്പ് നിറത്തിൽ അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഫ്യൂസ്, MCB, 3 പിൻ പ്ലഗ്, ELCB. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? 3 പിൻ പ്ലഗ് ആണ് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്? വൈദ്യുതിയെ നിയന്ത്രിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ 3 പിൻ പ്ലഗ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസം ഏതാണ്? സെൽഫ് ഇൻഡക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അടുത്ത ചോദ്യം, സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് എന്താണ് പറയുക? പ്രതിഫലനം എന്നാണ് പറയുക. എന്താണ് പറയുക? പ്രതിഫലനം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം അല്ലേ. എന്താണ് അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുക? അപവർത്തനം എന്ന് പറയുക. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം, അതുപോലെ തന്നെ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കൊമ്പ് അല്ലെ, ഒരു കമ്പ് ഇങ്ങനെ വളഞ്ഞതായി തോന്നുന്നതിന് കാരണം, അതുപോലെ സൂര്യോദയത്തിന് അല്പം മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷമൊക്കെ സൂര്യപ്രകാശം നമുക്ക് കാണാൻ കഴിയുന്നതിനൊക്കെ കാരണം എന്താണ്? അപവർത്തനമാണ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ മരുഭൂമിയിൽ മിറാഷ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നതും പ്രകാശത്തിൻ്റെ അപവർത്തനം കൊണ്ടാണ്. അപ്പോൾ പ്രകാശ പ്രതിഭാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് വായിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അടുത്ത ചോദ്യം, തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും?
പൂജ്യമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും പറഞ്ഞു. അപ്പോൾ ഉയരത്തിലുള്ള വസ്തുവിന് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, സ്ഥിതികോർജ്ജം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തറയിലിരിക്കുന്ന വസ്തുവിന് എപ്പോഴും എന്തായിരിക്കും, സ്ഥിതികോർജ്ജം 0 മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി കൂട്ടുകാരിലേക്ക് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ഒരു ടോപ്പിക്കിലെ മോക്ക് ടെസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. PSC പള്ളിക്കൂടത്തിലെ എല്ലാ വീഡിയോസും സ്വന്തമാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്